ഇത് ഈ തെരുവിന്റെ ചാരിത്രത്തിന്റെ പ്രശ്നമാണ്. ഒരു മലയാളിക്ക് ഒഴിഞ്ഞു മാറാൻ അവകാശമില്ല. അപ്പോ സാറിന് കൈയക്ഷരം ആദ്യം പരിശോധിക്കാം. നമുക്കതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ. മാത്രമല്ല, ഒരു പട്ടാളക്കാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. സത്യം പറയാനല്ലോ സാറേ, ഇക്കാര്യത്തിൽ എനിക്ക് സാറിനെയും സംശയമുണ്ട്. നിനക്ക് ഈ ഐഡിയ പറഞ്ഞു ചാരിത്രം കുഴപ്പമില്ല, പക്ഷേ മേനോ സാറിന് കൈയക്ഷരം പരിശോധിക്കണം. മേനോ സാറിന് എനിക്ക് സംശയമില്ല. ഞങ്ങൾ രണ്ടുപേരും പരിശോധകന്മാരാണ്. അങ്ങോട്ട് എഴുതു കുമാരൻ നേരെ. താനെന്തോട് പറയുന്നു? എടോ ഗോപി, ഏതോ വിവരം കിട്ടവൻ എന്തോ എഴുതിയെന്ന് വെച്ച് ഇത്രയും പേരുടെ സമയം മെനക്കെടുത്തണോ? സാർ അങ്ങനെ പറയരുത്. സാറിന്റെ ഭാര്യയ്ക്കാണ് ഇതേ പ്രേമലേഖനം കിട്ടിയിരുന്നത്. സാർ എന്ത് ചെയ്യും? ഒന്നുകിൽ പ്രേമലേഖനം എഴുതിയ അവൻ, അല്ലെങ്കിൽ ഞാൻ, രണ്ടുപേരും കൂടെ അങ്ങനെ ഒരുമിച്ച് തെരുവ് താമസിക്കണ്ട. വാചകം അടിക്കാതെ കൈയക്ഷരം നോക്കണോ? അല്ല, ഇതൊരുപോലെ ഞാനെഴുതാ. പിന്നെ ഇവിടെ പുതുതായി വന്ന ചില വീരന്മാരൊക്കെ എനിക്ക് സംശയമുണ്ട്. പുതുതായി വന്നവൻ ഞാനാ. പരിശോധനയ്ക്ക് തയ്യാറായിട്ട് തന്നെയാ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇതല്ല. അപ്പൊ ഞാനല്ലല്ലോ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. പോവാം, പക്ഷെ അതിന് സംശയം വിളിക്കും. ഈ മര്യാദക്കാരന് പോകാനായി വഴി തരൂ. മാറൂ. ഇതും അല്ല. സാർ ഇങ്ങോട്ട് പോയാട്ടെ. അടുത്തയാളോ ചെല്ലടോ. എന്തിനാ കാരണം തള്ളുന്നേ? എഴുത്. ഞാനിപ്പോ എന്താ അങ്ങോട്ട് എഴുതണ്ട. എന്റെ തുമ്പപ്പൂക്കുരുന്നേ, എന്റെ തുമ്പപ്പൂക്കുരുന്നേ.